ഇംഗ്ലീഷ് സംസാരിക്കാനും പഠിക്കാനും കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണോ നിങ്ങളുടേത്? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒരു 5 കോൺക്രീറ്റ് ഹൈ ക്വാളിറ്റി സ്റ്റെപ്സ് ഞാൻ പഠിപ്പിച്ചു തരും. ഇതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി മണി പോലെ ഇംഗ്ലീഷ് സംസാരിക്കും, പഠിക്കാനും പറ്റും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും കേരളത്തിലെ നമ്പർ 1 ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമായ ടീച്ചർ നടത്തുന്ന മീറ്റ് യുവർ അക്കാഡമിക് ഫ്രണ്ട് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലേക്ക് സ്വാഗതം. ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ പാരന്റ്സിനും സ്റ്റുഡൻസിനും ഇന്നേ വരെ ആരും ഡിസ്കസ് ചെയ്യാത്ത പ്രോബ്ലംസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഇമോഷണൽ ആയിട്ട് നമ്മൾ സംസാരിച്ച് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ്. അപ്പോൾ എപ്പിസോഡ് 2 നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക, എങ്ങനെ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് പഠിക്കുക എന്നാണ്. പക്ഷേ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്റലിജൻസ് അല്ല. ഒരു കുട്ടിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് അതിൻ്റെ അർത്ഥം അവൻ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള നല്ലൊരു കുട്ടി, നല്ലൊരു സ്റ്റുഡൻ്റ് ആണെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവന് അത് നാച്ചുറലി വരുന്നില്ല എന്ന് പറഞ്ഞ് അവനെ ക്രിട്ടിസൈസ് ചെയ്യരുത് ഒരിക്കലും. ദിസ് ഈസ് ദ ഫസ്റ്റ് റൂൾ ഓഫ് ലേണിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, ബി കൈൻഡ് ടു പീപ്പിൾ ഹു ആർ ട്രൈങ് ടു ലേൺ. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് എഞ്ചിനീയേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട്, ഡെവലപ്പേഴ്സ് ഉണ്ട്. ഇതിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവർക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് മലയാളം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷിൽ അവർക്ക് അവരുടെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് എന്താ അടിപൊളിയാണ് അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അവരുടെ ബാർഗെയിനിങ് സ്കിൽസ്, അവരുടെ ഡിസൈനിങ് സ്കിൽസ്, അവർ എന്താ പറയുക കൺസെപ്ഷ്വൽ സ്കിൽസ്, അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ബെറ്റർ ആണെന്നറിയോ. ഓക്കെ, പക്ഷെ അവർക്ക് ഒരു പക്ഷേ ഇംഗ്ലീഷിൽ കൺവേ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ മനസ്സിലായി. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ഒരിക്കലും ഇംഗ്ലീഷ് ഇസ് നോട്ട് എ ഡിറ്റർമൈനിങ് ഫാക്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മളുടെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും പല കമ്പനീസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇംഗ്ലീഷ് പ്രോപ്പർ ഇല്ല, പക്ഷെ അവർ ഹൈലി ഇന്റലിജന്റ്, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ അടുത്ത ബാരിയർ ടു ലേണിംഗ് ഇംഗ്ലീഷ് ഇസ് ആൾക്കാർ മലയാളത്തിലാണ് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളും ഞാനും എല്ലാവരും നമ്മൾ മലയാളീസാണ്. നമ്മൾ ആദ്യം മലയാളത്തിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു ആൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആദ്യം മലയാളത്തിൽ ചിന്തിച്ചിട്ട് ആ ചിന്ത അവസാനം ഇംഗ്ലീഷിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് അവസാനം പറയുന്നത്. അപ്പൊ അതിന് വരുന്ന ഒരു ഡിലേ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ചിന്തകൾ ഇംഗ്ലീഷിലേക്ക് ആക്കണം. അത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹൈ ക്വാളിറ്റി 5 കോൺക്രീറ്റ് സ്റ്റെപ്സ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് വാച്ച് വീഡിയോ കണ്ടന്റ് യു ലവ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർട്ടൂൺ ആണ്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ കോംപ്ലക്സ് ടോപ്പിക്സ് വളരെ സിമ്പിൾ ആയിട്ട് ആണ് അവരത് കൺവേ ചെയ്യുന്നത്. ഓൾസോ കുട്ടികൾക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, മനസ്സിലായോ? അപ്പോൾ കാർട്ടൂൺസ് കാണുക, കാർട്ടൂൺസ് കാണാൻ എൻകറേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫാക്ടറാണ്. പക്ഷേ ചില കുട്ടികൾക്ക് കാർട്ടൂൺസ് ഒന്നും ദഹിക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ വാട്ട് ഡസ് യുവർ ചൈൽഡ് ലൈക്ക് എന്ന രീതിയിൽ ചിന്തിക്കാം. ഓക്കെ, എന്നിട്ട് അത് കൂടുതൽ അവനെ പ്രേരിപ്പിക്കുക, അത് കാണാൻ പ്രേരിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ പറയുന്നത് ചില കുട്ടികൾക്ക് സിനിമ കാണാനായിരിക്കും ഇഷ്ടം. ഓക്കെ, അപ്പോൾ സിനിമ കാണാനാണ് ഇഷ്ടമെങ്കിൽ കൂടുതലും നല്ല ഹൈ ക്വാളിറ്റി, അധികം വല്ല കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നല്ല നല്ല ഇംഗ്ലീഷ് സിനിമകൾ കാണിക്കാൻ അവരെ പ്രേരിപ്പിക്കാം. ഓക്കെ, നല്ല നല്ല സീരീസ് ഇപ്പം മോഡേൺ ഫാമിലി, പിന്നെ മോം, ബിഗ് ബാങ് തിയറി, അങ്ങനെയൊക്കെ പറയുന്ന നല്ല നിങ്ങൾ അതൊരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സീരീസ് കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇത് കണ്ടാൽ മാത്രം പോരാ, ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ അവരോട് ശ്രമിക്കുക. ഓക്കെ ഓക്കെ, ഒരു സാധനം ഒരു സീൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവനെ കൊണ്ട് എന്താ പറയുക ഒന്ന് ആക്ട് ഔട്ട് ചെയ്ത് കാണിക്കാൻ ഒരു എൻകറേജ്മെന്റ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ സിനിമയിൽ നിങ്ങൾ ജസ്റ്റ് ഫോഴ്സ് ചെയ്ത് വാടാ മോനെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം, ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം എന്ന് നിങ്ങൾ തന്നെ ഞാൻ ആരും പഠിക്കാൻ നിൽക്കാന്ന് പോകുന്നില്ല. മറിച്ച് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കോമഡി ആയിട്ട് നിങ്ങൾ ഒരു പാരന്റ് ചൈൽഡ് ബോണ്ട് ഉള്ളപ്പം നിങ്ങൾ ആ സീരീസിൽ എന്താ പറയുക കോമഡി കാര്യങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ആയിരിക്കരുത്, മറിച്ച് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ അവർക്ക് തോന്നാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് സീരീസോ ഇങ്ങനത്തെ മൂവീസോ ചിലപ്പോൾ ഇഷ്ടമാവുന്നില്ല. പക്ഷെ ചില ആൾക്കാർക്ക് സ്പോർട്സ് ആയിരിക്കും ഇഷ്ടം, മനസ്സിലായോ? അപ്പോൾ സ്പോർട്സ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ സ്പോർട്സിലെ കമന്ററി ഇല്ലേ, അത് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ ദ്രാവിഡ്, ഗംഗൂലി, അതേപോലെ അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ടല്ലോ അടിപൊളിയായിട്ട് അവർ ഇന്റർവ്യൂ പിന്നെ ഈ കമന്ററി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾ ക്രിക്കറ്റ് കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദിയോ അല്ലെങ്കിൽ മലയാളത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ആ ട്രാൻസ്ലേറ്റഡ് വേർഷൻ കാണരുത്, മറിച്ച് ഇംഗ്ലീഷ് വേർഷൻസ് മാത്രമേ കാണാൻ പാടുള്ളൂ. ഓക്കെ, ഓൾസോ ഇതേപോലത്തെ വലിയ വലിയ ആൾക്കാരെ പറ്റി ഇപ്പം രാഹുൽ ദ്രാവിഡ് ആണെങ്കിൽ അവരുടെ അപ്പം അത് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുട്ടികളെ പറ്റി അതിനെപ്പറ്റി സംസാരിക്കുക. അപ്പോൾ അവർ ആ ഒരു സാധനം കാണാനുള്ള ടെൻഡൻസീസ് അവർക്ക് കൂടും. ഓക്കെ, അപ്പോൾ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ആക്ടേഴ്സാണ്. ഓക്കെ, സിനിമ കുറേ ആൾക്കാർക്ക് സിനിമ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഹൈ ഇംഗ്ലീഷ് സിനിമ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇവിടുത്തെ നമ്മൾ കാണുന്ന ഇപ്പോൾ ഷാറുഖ് ഖാൻ, മാധവൻ, അതേപോലത്തെ ആൾക്കാരുണ്ടാവല്ലോ, ഇവരൊക്കെ നല്ല ഇന്റർവ്യൂസ് കാണാം.
ഓക്കെ, ഇവർ നല്ല ഹൈ ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവർ ഐഡിയാസൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനത്തതൊക്കെ എൻകറേജ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ കണ്ടന്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ യൂട്യൂബിൽ ഇപ്പോൾ ടെഡ് ടോക്സ് ചിലർക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് എൻകറേജ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഒരു വിഷ്വൽ ലേണറാണ് നിങ്ങളുടെ കുട്ടിയെങ്കിൽ, വിഷ്വലി കണ്ട് മനസ്സിലാക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പ്ലീസ് എൻകറേജ് ദം ടു വാച്ച് ഹൈ ക്വാളിറ്റി ഇംഗ്ലീഷ്. നിങ്ങളുടെ കുട്ടി ഒരു ഓഡിറ്ററി ലേണർ ആണെങ്കിൽ നിങ്ങൾക്കാണ് സ്റ്റെപ്പ് 2. അതായത് കേട്ടാണ് അവർക്ക് പഠിക്കാൻ താല്പര്യം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്പോട്ടിഫൈ, യൂട്യൂബിലൊക്കെ ഒത്തിരി പോഡ്കാസ്റ്റുകൾ കാണാം. ഇപ്പം ഞാൻ കാണുന്നത് ഇപ്പോൾ WTF വിത്ത് നിഖിൽ കമത്ത്, കുറച്ചും കൂടി ടെക് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുന്നത്. അതേപോലെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് റെലവൻ്റ് ആയിരിക്കില്ല, കാരണം നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള സാധനങ്ങൾ അവർക്ക് കേൾപ്പിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ അവർ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു സാധനം സബ് കോൺഷ്യസിലേക്ക് അവർ സിങ്ക് ആവുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ പോഡ്കാസ്റ്റുകൾ കേൾക്കുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കണം. കുഡ് ബി അബൌട്ട് കോമിക്സ്, കുഡ് ബി അബൌട്ട് ജോക്സ് ആയിരിക്കാം, സ്റ്റാൻഡപ്പ് കോമഡീസ് ആയിരിക്കാം, കുറേ കാര്യങ്ങൾ ജസ്റ്റ് കേട്ട് പഠിക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് റീഡിങ് അലൗഡാണ്. റീഡിങ് താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ അവരുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ അവരുടെ നോവൽ, ഓക്കെ, കാരണം നോവൽസും ഇങ്ങനത്തെ കാര്യങ്ങൾ വായിക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇമാജിനേഷനാണ്. സെയിം ടോപ്പിക്കിൽ സെയിം നോവലിൻ്റെ സിനിമേനേക്കാളും കുറേ ആൾക്കാർക്ക് മെജോറിറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോവൽസ് കാണാനാണ്, അല്ലെങ്കിൽ അത് വായിക്കാനാണ് അവർക്ക് ഇഷ്ടം. കാരണം വെച്ചാൽ അവർക്ക് ഇമാജിനേഷൻ അവർക്ക് ഇഷ്ടമുള്ള ലെവലിലേക്ക് അത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ അത് പക്ഷെ അവർ വായിക്കുമ്പോൾ കുറച്ചും കൂടി ഒച്ചയിൽ വായിക്കുകയാണെങ്കിൽ അതും പിന്നെ കേൾക്കുന്നതും തമ്മിലൊരു കണക്ഷൻ വരുമ്പോൾ അവർക്ക് അത് പഠിക്കാനുള്ള ചാൻസസ് കൂടും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ ചൈൽഡ് ഒരു ഓഡിറ്ററി ലേണർ ആണെങ്കിൽ ഈ 2 ടെക്നിക്സ് തീർച്ചയായിട്ടും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ്, ഡ്രോപ്പ് യുവർ ഈഗോ ആൻഡ് ലേൺ ഫ്രം മിസ്റ്റേക്സ്. നമ്മൾ മലയാളി ഒരു സിനാരിയോയിൽ നിങ്ങൾ ജീവിക്കുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാർ പുച്ഛിക്കാൻ, നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. എപ്പോഴും മനസ്സിലാക്കുക, അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ഈഗോ ഹേർട്ട് ആകുമ്പോഴാണ് നമ്മൾ കളിയാക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒരു പക്ഷേ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത അവരുടെ ഇൻസെക്യൂരിറ്റി കാരണമായിരിക്കും നിങ്ങളെ കളിയാക്കാൻ വരുന്നത്. റൈറ്റ്. അപ്പോൾ പാരൻസ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഡോണ്ട് തിങ്ക് അബൌട്ട് വാട്ട് പീപ്പിൾ ആർ തിങ്കിങ്. നിങ്ങൾ നിങ്ങളുടെ ഒരു സെപ്പറേറ്റ് ജേർണിയിലാണെന്ന് ആദ്യം മനസ്സിലാക്കുക. 3ാമത്തെ സ്റ്റെപ്പിൽ അബ്സർവ് സെന്റൻസ് കൺസ്ട്രക്ഷൻ എന്നാണ്. സംസാരിക്കുന്ന നിങ്ങൾ അബ്സർവ് ചെയ്യണം. ചുമ്മാ പാസീവായിട്ട് നിങ്ങൾ പഠിക്കരുത്, നിങ്ങൾ ആക്റ്റീവ് ലേണേഴ്സ് ആയിരിക്കണം. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നത് നമുക്ക് 2 രീതി ചോദിക്കാം. ഹൗ ആർ യു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ ആർ യു ഡൂയിങ് ടുഡേ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വായിക്കുന്ന ബുക്കിൽ, നിങ്ങൾ കാണുന്ന പോഡ്കാസ്റ്റിൽ, നിങ്ങൾ കാണുന്ന ഇൻ്റർവ്യൂസിൽ എല്ലാത്തിലും നിങ്ങളത് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ താങ്ക് യു പറയുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച്, ഓക്കെ, താങ്ക് യു ഡിയർ, ഓക്കെ, അതിലൊരു സംഭവമുണ്ട്. ഒരു എക്സ്ട്രാ സാധനം നമ്മൾ ചുമ്മാ നമ്മൾ താങ്ക് യു എന്നല്ല അത്. ഓക്കെ, നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട രീതി, ആ ടൊണാലിറ്റി ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇംഗ്ലീഷിൽ ഞാൻ നേരത്തെ സ്റ്റെപ്പ് 1, 2 നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ ശ്രമിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ പല കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ ചിന്ത വരും. റൈറ്റ്. ഇപ്പം നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മലയാളത്തിൽ ചിന്ത വരും. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തോ, ജസ്റ്റ് നിങ്ങൾ പറയല്ല അങ്ങോട്ട്. റൈറ്റ്. നിങ്ങളൊന്ന് സമയമെടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ലേണിംഗ് സ്റ്റേജ്, നിങ്ങൾ ആക്റ്റീവ്ലി നിങ്ങൾ ലേണിംഗ് സ്റ്റേജിലാണ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് അങ്ങനെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ചില ഐ എം സോറി ഐ കാൺട്ട് ഡു ദിസ് ടുഡേ, ലെറ്റ് മീ ഹെൽപ്പ് യു ടുമോറോ, ഓക്കെ, ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു യു ടുമോറോ. റൈറ്റ്. അപ്പോൾ ഞാൻ നാളെ വന്ന് ചെയ്താൽ സാറേ എന്ന് പറയുന്നതിനേക്കാൾ ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു യു ടുമോറോ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, കൈൻഡ്ലി ഫർഗീവ് മീ, ഐ എം സോറി ഇറ്റ് ഹാപ്പൻഡ് ലൈക്ക് ദിസ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിക്കപ്പ് ചെയ്യണം. ഓക്കെ, അവൻ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അവനത് സോൾവ് ചെയ്തത്. റൈറ്റ്. ഓക്കെ, അതിൻ്റെ ടൊണാലിറ്റി എന്താണ്, അതിൻ്റെ ഇമോഷൻ എന്താണ്, ബിക്കം അവെയർ ഓഫ് ദാറ്റ്. സോ എന്താ പറയുക, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഡെലിവർ ചെയ്യുന്ന രീതി പ്രോപ്പറായിട്ട് അബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനൊപ്പം സ്റ്റെപ്പ് 4 ആണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്, ബിക്കോസ് ദിസ് ഈസ് ഹൗ ഐ ലേൺ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അതായത് ഇപ്പോൾ ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ, ഞാൻ കോളേജിലായിരുന്നപ്പോൾ, ഐ വുഡ് ഓൾവേസ് ഹാങ് ഔട്ട് വിത്ത് പീപ്പിൾ ഹു ക്യാൻ ഓൺലി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ബിക്കോസ് അവർ ചിലപ്പോൾ ഒരു NRI ആയിരിക്കും, ചിലപ്പോൾ വേറെ സ്റ്റേറ്റിൽ നിന്ന് ആൾക്ക്, ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് ആൾക്ക്, മേഘാലയയിൽ നിന്ന് ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കൊന്നും മലയാളം സംസാരിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അവർ ഭയങ്കര കഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ലോൺലി ആവാൻ ഉള്ളൊരു സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ അവരായിട്ടൊന്ന് ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരെ മലയാളം പഠിപ്പിക്കാനും അവരെ ഹെൽപ്പ്
ഒപ്പം തന്നെ അവർ ഇംഗ്ലീഷിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇംഗ്ലീഷിൽ നമ്മളോട് പറയും, നമ്മൾ തിരിച്ച് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് അവർക്ക് അതൊരു ഇഷ്യൂ അല്ല. അവർ അത് കളിയാക്കാനൊന്നും നിൽക്കത്തൊന്നുമില്ല. അവരെന്ത് ചെയ്യും, അവർ ഓപ്പണായിട്ട് അവർ ചിലപ്പോൾ വളരെ ജെൻറ്റിലായിട്ട് കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർ ഓക്കെ നമ്മളൊരു കാര്യം ഇംഗ്ലീഷിൽ ഡെലിവർ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റാത്തെന്ന് അവർ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മനസ്സിലായി? അല്ലെങ്കിൽ അവർ കുത്തി കുത്തി ചോദിക്കും, അല്ലെങ്കിൽ മാറി മാറി ചോദിക്കും. അപ്പോൾ ആ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഇംഗ്ലീഷിൽ ഞാൻ ഡെലിവർ ചെയ്തത് മിസ്റ്റേക്ക് ആണ് എന്ന് രീതി മനസ്സിലായി. അപ്പോൾ അങ്ങനെ അതൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ്സ് ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര, ഞാൻ പറയട്ടെ, ഒരു എക്സ്പോണൻഷ്യൽ എഫക്റ്റാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. ഞാനത് മനസ്സ് തട്ടി പറയുകയാണ്, എങ്ങനെയാണ് ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത് അലോങ് വിത്ത് ദി അതർ റീസൺസ്, അതർ സ്റ്റെപ്സ്. പക്ഷേ ദിസ് ഇസ് ഹൈലി എഫക്റ്റീവ്. പക്ഷേ എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. ബട്ട് ഇഫ് യു ക്യാൻ, പ്ലീസ് ഗോ ആൻഡ് ഹെൽപ്പ് ദം. ഓക്കെ, നിങ്ങൾ ഒരു ബാർട്ടർ സിസ്റ്റം വേണം. നിങ്ങൾ മലയാളം കൊടുക്കുന്നു, അവർ ഇംഗ്ലീഷ് തരുന്നു. ആ ഒരു രീതിയിലെങ്കിലും നിങ്ങൾ കാണുക നല്ല ഫ്രണ്ട്ഷിപ്സ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ കുട്ടികളിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കണം. അതിനൊരു പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് തന്നെ വേണം. ഈ പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ 4 സ്റ്റെപ്പും ഒരു റെഗുലർ ലൈഫിൽ ഹാബിച്വലി നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്റ്റെപ്പ് 1 to 4. പക്ഷേ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാം ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ജേണി. കാരണം ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് ഇംഗ്ലീഷിൽ ഹൈലി ട്രെയിൻഡ് ആണ്. ഓക്കെ, ഓൾസോ ഞങ്ങൾ 1:1 ക്ലാസ്സസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി, ഒരു ടീച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ടീച്ചറിനോട് ഈ കുട്ടിക്ക് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ സ്റ്റെപ്പ് 4 പറഞ്ഞ പോലെ എപ്പോഴും നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആളെ കിട്ടിക്കോളാൻ നിർബന്ധമില്ല. പക്ഷേ ഈ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ അങ്ങനെ കിട്ടുവാണ്, അങ്ങനെ നിങ്ങൾക്ക് തരുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ഇംഗ്ലീഷ് സംസാരിക്കുക. ഓക്കെ, അത് ഫിക്സ്ഡ് ആണ്. ഞാൻ ഡെയിലി പ്രാക്ടീസ് എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ആരും അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഇതാണെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു റീസൺ ഉണ്ട് ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യാൻ. 1, നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. 3, നിങ്ങളുടെ വേർഡ്സ് ആൻഡ് വെക്കാബുലറി ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പിയർ പ്രഷർ എന്ന് പറയുന്ന സാധനമില്ല. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആരെങ്കിലും കളിയാക്കുമോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ നിങ്ങളുടെ കുട്ടിയും ഈ ടീച്ചറും മാത്രമുള്ള ഒരു ക്ലാസ്സിലുണ്ട്. എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം, എത്ര മെൻറ്ററിങ് വേണമെങ്കിൽ പറയാം, എത്ര മിസ്റ്റേക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു സേഫ് സോണാണത്. ഓക്കെ, ഒരു നോ ജഡ്ജ്മെൻറ്റ് സേഫ് സോൺ, കംപ്ലീറ്റ്ലി സെക്യൂർ ആയിട്ടുള്ള സോണാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാക്കി പഠിക്കാനായിട്ട്. ഓക്കെ, എല്ലാ കുട്ടികൾക്കും നാച്ചുറലി പുറത്ത് പോയി അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 to 4 ഫോളോ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. അപ്പോൾ ഇനിഷ്യലി നിങ്ങൾക്ക് വേണ്ട ഒരു പുഷ്, ഓക്കെ, ഈസി ആയിട്ട് ഞങ്ങൾ ട്യൂട്ടേഴ്സിന് തരാൻ പറ്റും. എപ്പോഴും മനസ്സിലാക്കുക, ഒരു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നത് എപ്പോഴാണ്? ആ കയറുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ഒന്ന് ജസ്റ്റ് ഒരു ബുക്ക് ഫ്രീ ഡെമോ ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രീ ആയിട്ടൊരു ക്ലാസ് നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്കത് നിങ്ങൾക്കത് ഓക്കെ ആണ്, ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സസ് എടുക്കുക. നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ ജേർണി നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങാം. സോ ദിസ് ഇസ് ഡാൻ സൈനിങ് ഓഫ്.